ഇന്നത്തെ പ്രധാനപ്പെട്ട ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റ് നമ്മൾ തുടങ്ങുന്നത് തന്നെ ഇന്ത്യ ഇറാൻ. പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് മുംബൈയിൽ നിന്നും ഒരു 100 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചിട്ട് ഇറാൻ അവരുടെ എണ്ണക്കപ്പൽ കൊണ്ടുവന്ന് മറ്റൊരു ഷിപ്പിലേക്ക് എണ്ണ കടത്തുന്ന സമയത്ത് അവിടെ പാഞ്ഞടുത്ത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആ ഷിപ്പിനെ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ ഇന്ത്യ ചെയ്തത് ഒരു തെറ്റായ പ്രവൃത്തിയാണെന്ന് ഒരു പക്ഷേ ഇറാനെ അനുകൂലിക്കുന്ന ആൾക്കാർക്ക് തോന്നിയേക്കാം. പക്ഷേ ഇതിനകത്തൊരു വിഷയം മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇത് ചെയ്തത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. ഇറാന്റെ പക്കൽ ഒരു 16 ഇന്ത്യക്കാർ ഇറാൻ തുടരെ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിന്റെ അവിടെ വെച്ചിട്ട് പിടിച്ചെടുത്ത വെസലുകളിൽ നിന്നുള്ള ക്രൂ മെമ്പേഴ്സ് ഒരു 16 ഇന്ത്യക്കാർ അവരുടെ പക്കലുണ്ട്. അതിൽ 8 പേരെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 8 പേരെ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. ഇറാൻ ഇന്ത്യയുടെ മേളിൽ ഒരു സ്ട്രാറ്റജിക് പ്രഷർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് അമേരിക്കയുടെ സൈഡിൽ നിന്നും ഇറാന്റെ മേളിൽ ഒരു സമ്മർദ്ദമുള്ള സാഹചര്യത്തിൽ ഇന്ത്യക്ക് മേളിൽ സമ്മർദ്ദം ചെലുത്താനും അഥവാ ഏതെങ്കിലും പോയിന്റിൽ ഒരു നെഗോസിയേഷന് വേണ്ടിയിട്ട് ഇന്ത്യയെ ഉപയോഗിക്കാനുമുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് ഈ 8 ഇന്ത്യക്കാരെയും റിലീസ് ചെയ്യാൻ മടിക്കുന്നതായിട്ട് ഒരു വാർത്തയുണ്ട്. ഇവർക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ഈ 8 പേരോടൊപ്പം തന്നെ നിലവിൽ ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന 8 പേരെയും തന്നെ റിലീസ് ചെയ്യാമായിരുന്നു. ഇവർക്ക് കപ്പലാണല്ലോ ആവശ്യം. കപ്പലിലുള്ള ക്രൂ മെമ്പേഴ്സിന് ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്? അവരുടെ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തികളൊന്നും അല്ലല്ലോ നടക്കുന്നത്, അതിലേ കടന്നു പോകുന്ന ഷിപ്മെന്റ്. അപ്പം അവർ ഇറാൻ എങ്ങനെയാണോ അറബിക്കടലിൽ ഇന്റർനാഷണൽ വാട്ടർ സോണിൽ കൊണ്ടുവന്ന് അവരുടെ എണ്ണക്കപ്പൽ നിർത്തി വെച്ചിട്ട് അവർ മറ്റുള്ള ഫീഡർ ഷിപ്പുകളിലേക്ക് എണ്ണ സ്മഗ്ലിംഗ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ഇന്ത്യക്കും റഷ്യയിൽ നിന്ന് എണ്ണ വരുന്നുണ്ട്. റഷ്യൻ എണ്ണ UK സൈഡിൽ കൂടെയൊക്കെ ഇന്റർനാഷണൽ വാട്ടർ സോണിലൂടെയൊക്കെ ഇന്ത്യക്ക് വരുന്നുണ്ട്. സെപ്റ്റംബർ 3 സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൽ വെച്ചിട്ട് ഇറാൻ ഒരു കപ്പൽ സീസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. സെപ്റ്റംബർ 3, 2025. അത് ഇന്ത്യൻ കപ്പലായിരുന്നു. ഇന്ത്യക്ക് വേണ്ടിയിട്ട് എണ്ണ കൊണ്ടുവന്ന കപ്പലാണ് അവർ സീസ് ചെയ്ത് കൊണ്ടുപോയത്. ആരുടെ ഷിപ്പാണെന്നുള്ളതിനെ കുറിച്ച് വലിയ രീതിയിൽ പബ്ലിഷ് ചെയ്തൊരു ചർച്ച നടത്തിയില്ല. രഹസ്യമായിട്ടാണ് കാര്യങ്ങളൊക്കെ നടന്നത്. 8 ക്രൂ മെമ്പേഴ്സ് അന്ന് പിടിച്ചു വെച്ചതാണ് ഇന്ത്യക്കാർ. ആ ഷിപ്പിൽ 8 ഇന്ത്യക്കാരുണ്ടായിരുന്നു. ആ 8 ക്രൂ മെമ്പേഴ്സിനെയാണ് ഇപ്പം നിലവിൽ റിലീസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള വെസലുകൾ പിടിച്ചെടുത്തതിൽ ഇന്ത്യക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഒരു 8 പേരാണ് അവരുടെ പക്കൽ. 4 ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ ഷിപ്പ് ആവാം എന്നുള്ള നിലയിൽ 2 ടാങ്കറുകളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൽ അമേരിക്കൻ ഫ്ലാഗ് ഉണ്ടായിരുന്നു പറയുന്നെങ്കിലും അതും ഇന്ത്യൻ ഷിപ്പാണോ എന്നുള്ളൊരു ഡൗട്ട് ഇപ്പം വരുന്നുണ്ട്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇറാൻ തുടരെ ഇന്ത്യക്കിട്ട് തന്നെയാണ് പണി തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് എടുത്തു പറയേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, മുംബൈയിൽ നിന്നും 100 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചിട്ട് ഇതേപോലെ നിയമവിരുദ്ധമായിട്ടുള്ള എണ്ണ വ്യാപാരം നടക്കുന്നു എങ്കിൽ, ഇതിനു മുമ്പും ഇത് നടന്നിട്ടുണ്ട്. അസ് ലോങ് ആസ് ഇന്ത്യക്ക് വേണ്ടി തന്നെ ഇത് നടന്നിട്ടുണ്ടാവാം. ഇനിയും ഒരു പക്ഷേ ഫ്യൂച്ചറിൽ ഇന്ത്യക്ക് വേണ്ടി നടക്കാനുള്ള സാധ്യതയുമുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇറാന്റെ എണ്ണ എങ്ങനെ വാങ്ങിക്കുന്നു, റഷ്യൻ എണ്ണ എങ്ങനെ വാങ്ങിക്കുന്നു, ഇതെല്ലാം തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും ഇപ്പം ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോഴത്തേക്കും. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇല്ലീഗൽ മാർക്കറ്റിലൂടെ ഇന്റർനാഷണൽ വാട്ടർ സോണിലൂടെ ക്രൂഡ് ഓയിൽ ഇന്ത്യക്കുള്ളിലും മറ്റു പല രാജ്യങ്ങൾക്കുള്ളിലും കടന്നു പോകുന്നത്. അല്ലെങ്കിൽ അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്തി വെച്ചിരിക്കുന്ന പല രാജ്യങ്ങൾക്കും ഇവിടെ സർവൈവ് ചെയ്യാനേ പറ്റില്ല, നിലനിൽക്കാനേ പറ്റില്ല. ഇറാൻ എങ്ങനെയാണ് ബ്ലാക്ക് മാർക്കറ്റിലൂടെ പൈസ ഉണ്ടാക്കുന്നത്? ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഈ വിഷയം കൃത്യമായിട്ട് അറിയാവുന്ന ഇന്ത്യ ആ സ്ഥലത്ത് കൃത്യമായിട്ട് എത്തി അവിടെ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി നടക്കുന്നു എന്ന് കൃത്യമായിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് അറിയാം. ഇതിനു മുമ്പും ഇത് നടന്നിട്ടുണ്ടാവാം, ഇന്ത്യക്ക് വേണ്ടി തന്നെ നടന്നിട്ടുണ്ടാവാം. അപ്പൊ അവിടെ പോയിട്ട് ഇറാൻ ഒരു ചെക്ക്മേറ്റ് വെക്കാം എന്നുള്ള നിലയിലാണ് കോസ്റ്റ് ഗാർഡ് അവിടെ എത്തി ഇറാനിയൻ ഷിപ്പിനെ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും ഇന്ത്യ എന്താണ് ഉദ്ദേശിക്കുന്നത്? മര്യാദയ്ക്ക് ആ 8 ഇന്ത്യക്കാരെയും റിലീസ് ചെയ്യുക, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഈ ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന 8 ഇന്ത്യൻ ക്രൂ മെമ്പേഴ്സിനെയും ഒരു ലെവറേജ് ആയിട്ട് യൂസ് ചെയ്യാം, ഒരു ലെവറേജ് ആയിട്ട് ആണ് നോക്കിക്കാണുന്നത്. അതായത് ഇപ്പം കഴിഞ്ഞ തവണ UN ഇറാനെ അനുകൂലിച്ച് ഇന്ത്യ നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതായത് ഇനിയും ഇന്ത്യയെ കൊണ്ട് ഇമാതിരിപ്പെട്ട നിലപാടുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാം. അതിലൂടെ ഒരു ചേരിതിരിവ് കൃത്യമായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യമായിട്ടുള്ള ഒരു പോളിസി ഉണ്ട്. ആ പോളിസിയിലേക്കുള്ള കടന്നുകയറ്റമാണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ 8 ഇന്ത്യക്കാരെ വെച്ചുകൊണ്ടുള്ള വിലപേശൽ. ഇതേപോലെ ഒരു ടൈമിൽ ഖത്തറിൽ 8 ഇന്ത്യക്കാരെ വധശിക്ഷ വിധിച്ച സമയത്ത് പ്രൈം മിനിസ്റ്റർ മോദി നേരിട്ട് പോയി ആ വിഷയത്തിൽ ഇടപെട്ട് ആ ഇന്ത്യക്കാരെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അവിടെ ഇറാന്റെ അടുത്ത് നിന്ന് എങ്ങനെയാണ് ഈ 8 പേരെ റെസ്ക്യൂ ചെയ്യേണ്ടത് എന്നുള്ളത് ഇന്ത്യക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ അടുത്ത് നേരെ പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അതേ പാത തന്നെ നമ്മൾ പിന്തുടരും. ഇനി അതല്ല മറ്റു മാർഗങ്ങളാണ് ഇറാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്ക് അതേ മാർഗത്തിലൂടെ തന്നെ മറുപടി കൊടുക്കേണ്ടി വരും. അപ്പൊ ഇന്ത്യയുടെ ഷിപ്പ് അവർ പിടിച്ചു വെച്ച സ്ഥിതിക്ക് നമ്മളിപ്പോൾ ഇറാന്റെ ഷിപ്പ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ശരിക്കും ഇറാനുമായിട്ട് ഇന്ത്യ കൊമ്പ് കോർത്തിരിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനെ തുടർന്ന് UK ഒരു പ്രസ്താവന എന്താണെന്ന് പറഞ്ഞാൽ, തികച്ചും ശരിക്കും ഇന്ത്യ അമേരിക്ക താൽക്കാലിക വ്യാപാര കരാർ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയോടുള്ള അപ്രോച്ചിൽ വലിയ രീതിയിലുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട്.
റഷ്യൻ ഷാഡോ ഫ്ലീറ്റുകൾ എണ്ണയുമായിട്ട് ഞങ്ങളുടെ തീരത്തുകൂടെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ പരിധിയിലൂടെ കടന്നു പോകുന്ന ഇന്റർനാഷണൽ വാട്ടർ സോണിലൂടെയോ ഇതേപോലെ എണ്ണ സ്മഗ്ലിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഷിപ്പിനെ പിടിച്ചെടുക്കും എന്നുള്ള പ്രഖ്യാപനം വളരെ ഓപ്പൺ ആയിട്ട് UK പറഞ്ഞിട്ടുണ്ട്. അവർ പറയും, പക്ഷെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. UK സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും കുത്തിത്തിരിപ്പിന്റെ ആൾക്കാരാണ്. അപ്പോൾ അതുപോലെ തന്നെ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള എണ്ണ വ്യാപാരത്തിനെ കുറിച്ചുള്ള വിഷയത്തിലേക്ക് സ്പെസിഫിക് ആയിട്ട് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ സൈഡിലേക്ക് ചോദ്യം പോസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അതിനുള്ള ഉത്തരം എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി കൊടുത്തിരിക്കുകയാണ്. അതായത് 140 കോടി ജനങ്ങൾക്ക് എന്താണോ നല്ലത് അതാണ് ഇന്ത്യ ചെയ്യുക, അല്ലാതെ മറ്റേതെങ്കിലും രാജ്യത്ത് ജോയിന്റ് സ്റ്റേറ്റ്മെന്റിലൂടെ പല പ്രസ്താവനകളും പറഞ്ഞിട്ടുണ്ടാവും. അതനുസരിച്ചല്ല ഇന്ത്യൻ ഡിപ്ലോമസി പ്രവർത്തിക്കുന്നത് എന്നുള്ള ഉത്തരമാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി കൊടുത്തിരിക്കുന്നത്. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചി അവരുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ അവരുടെ പൊളിറ്റിക്കൽ വിങ്ങിൽ അമേരിക്കയുമായിട്ട് നടത്തിയ ചർച്ചയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയ അബ്ബാസ് അരക്ചി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് റൂഡായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് പുറത്തുവിടുന്നത്. ഈ റൂഡായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ, അതായത് ഞങ്ങൾ ഒരു തരത്തിലും അമേരിക്ക പറയുന്ന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഇന്നലെ രാവിലെ ട്രംപ് പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ് ഇറാൻ കൊടുത്തിട്ട് പോയത്. അത് 0% അവർ സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ള നിലയിലാണ് ട്രംപ് ഇറാനുമായിട്ട് പ്രശ്നങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടൊക്കെ പോയത്. ഇനിയിപ്പോൾ നേരെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ മാറി മറിയും. ശരിക്കും അമേരിക്ക അലേർട്ടായിരിക്കുന്ന ഒരു സമയമാണ്. ഇറാൻ തുടരെ കുറെ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഈ വെളിപ്പെടുത്തലുകൾ എന്താണെന്ന് പറഞ്ഞാൽ, അമേരിക്ക B-2 ബോംബറിൽ കൊണ്ടുവന്ന് ആ ഇഷ്ഫഹാൻ എന്ന് പറഞ്ഞ ആ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോജക്റ്റ് നടക്കുന്ന ആ ഫെസിലിറ്റിയിൽ പ്രയോഗിച്ച GBU-52 എന്ന് പറഞ്ഞ ബങ്കർ ബസ്റ്റർ ബോംബ്, അത് പൊട്ടാതെ ഒരെണ്ണം ഇറാന്റെ പക്കൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു പ്രസ്താവന, ഒരു സ്റ്റേറ്റ്മെന്റ് ഇറാന്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഇത് വലിയ പ്രശ്നമാണ്. അതായത് ഒരു തവണ ഇസ്രായേൽ ലെബനനിൽ കൊണ്ടൊരു ബോംബ് ഇട്ട സമയത്ത് 2000 പൗണ്ട് വരുന്ന ഒരു ഹെവി ബോംബ് കൊണ്ടിട്ട സമയത്ത് അത് പൊട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഡൗട്ട് ആയതിനെ തുടർന്ന് ലെബനന്റെ മേളിൽ തുരുതര ആക്രമണം നടത്തി ആ ബോംബിനെ പൊട്ടിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങളാണ് പിന്നീട് നടത്തിയത്. ഇതാണ് ചരിത്രം. ഇപ്പോഴും ലെബനാനെ തുരുതര അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഇറാൻ ഇപ്പം ബങ്കർ ബസ്റ്റർ പൊട്ടിയില്ല, ഞങ്ങളുടെ അടുത്ത് ലൈവായിട്ട് ഒരു ബങ്കർ ബസ്റ്റർ ഉണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇത് വലിയ വെളിപ്പെടുത്തലാണ്. ഈ ബങ്കർ ബസ്റ്ററിന് വേണ്ടിയിട്ടെങ്കിലും അമേരിക്ക തിരിച്ചു വന്ന് അടിക്കും. അതാണ് ഇപ്പോൾ ഇറാൻ കാണിച്ചിരിക്കുന്ന മണ്ടത്തരം. ഇത്രയും നാൾ ഇവർ ഇത് തുറന്നു പറഞ്ഞില്ല, ഇന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവരുടെ സൈഡിൽ സബ്മർസിബിൾ ആയിട്ടുള്ള മിസൈലുകളെ കുറിച്ചൊക്കെ അവർ ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്ത് വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ കയ്യിൽ നേവൽ ഡ്രിഫ്റ്റിംഗ് മൈൻ എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. ഈ നേവൽ ഡ്രിഫ്റ്റിംഗ് മൈൻ എന്ന് അവർ ഉദ്ദേശിക്കുന്നത്, അതായത് സബ്മർസിബിൾ ആയിട്ട് വെള്ളത്തിന്റെ അടിയിൽ ഇവർ പതിപ്പിച്ച് വെക്കും, അവിടെ നിന്ന് മിസൈലുകൾ മുകളിലോട്ട് വരും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇമാതിരിപ്പെട്ട ബോംബൊക്കെ ഞങ്ങളുടെ അടുത്തുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് കണ്ടു വരണം എന്നുള്ള രീതിയിലുള്ള അലേർട്ടൊക്കെയാണ് ഇറാൻ പുറപ്പെടുവിക്കുന്നത്. യുദ്ധത്തിന് ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ വരുന്നെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അടിച്ച് റെഡിയാക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക മിണ്ടാതൊരു മൂലയിൽ ഇരിക്കുകയാണ്. ഏത് നേരത്തും എന്തും സംഭവിക്കാം, അതാണ് അവസ്ഥ. കാരണം അബ്ബാസ് അരക്ചി IRGC-യുമായിട്ട് ചർച്ച നടത്തിയ സമയത്ത് IRGC-യിൽ ആയത്തുള്ള ഖമനേയിയുടെ ബ്രദർ ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത് USA-യുമായിട്ട് ഒരു രീതിയിലുള്ള കോംപ്രമൈസിനും തയ്യാറല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇങ്ങനത്തെ നീക്കങ്ങൾ, പ്രസ്താവനകളൊക്കെ ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചി പുറപ്പെടുവിച്ചത്. ഇപ്പൊ അമേരിക്കയ്ക്ക് പറ്റിയ അബദ്ധം, ഈ ബങ്കർ ബസ്റ്റർ പൊട്ടിയില്ല എന്നുള്ളത്, അത് ഓൾറെഡി തന്നെ നൈജീരിയയിൽ ഇതേപോലെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. അമേരിക്ക ആണെങ്കിൽ ഇല്ല 100% അത് പൊട്ടിയിട്ടുണ്ടാവണം, അത് കുറച്ച് ടൈം എടുത്തെങ്കിലും അത് പൊട്ടും എന്നൊക്കെയാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ബ്ലണ്ടർ മിസ്റ്റേക്കാണ്. ശരിക്കും പൊട്ടിയില്ല എന്നുള്ളത് ഇതുവരെ അമേരിക്ക പോലും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് അമേരിക്കയിലെ വാർ സെക്രട്ടറി പീറ്റർ ഹെക്സെത്ത് ഇയാൾ എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഇപ്പോൾ പൊതുവിൽ അവിടുത്തെ ആൾക്കാർ ചോദിക്കുന്നത്. അപ്പം ഇറാൻ ആണെങ്കിൽ വലിയ രീതിയിലുള്ള ഷോ ഓഫ് ആണ്. ഷോ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മിസൈൽ സിസ്റ്റം ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ വെള്ളത്തിനടിയിൽ കൂടെ ബോംബിട്ട് നിങ്ങളെ തകർക്കും, നിങ്ങളുടെ വാർഷിപ്പുകൾ ഒന്നുപോലും നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞ് ഭീഷണിയുമായിട്ടൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇപ്പം ഇത് എന്തിനുള്ള പുറപ്പാടാണെന്ന് നമുക്കറിയില്ല. ഇന്ത്യയും ഇപ്പം ഇറാനുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ, പല രാജ്യങ്ങളും അവരുടെ പൗരന്മാരെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ക്രൂ മെമ്പേഴ്സ് ആയിട്ടുള്ള 8 പേരെ മനഃപൂർവ്വമായിട്ട് തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് ലെവറേജാണ് അവർക്ക് കിട്ടേണ്ടത്? അപ്പോൾ അതായത് ഇവര് നമ്മളുടെ അടുത്തൊരു ഫേസ് കാണിക്കുകയും പിന്നാമ്പുറത്ത് ഇന്ത്യക്കെതിരെ പണിയുന്ന ഏർപ്പാടുമാണ് ഇറാനുള്ളത്. ഇസ്രായേൽ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നെതന്യാഹു ട്രംപിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എമർജൻസി ആയിട്ട് അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം ഉടനെ തന്നെ സീക്രട്ട് ആയിട്ടുള്ള മീറ്റിംഗ്സ് ഒക്കെ നടക്കും. മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളിൽ നെതന്യാഹുവിന് ഒട്ടും യോജിപ്പില്ല. പല രീതിയിലും ഇസ്രായേലിന്റെ നിലപാടുകളെ അനുകൂലിക്കാതെ അമേരിക്കയുടെ ഗുണം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ പല രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അതൊരിക്കലും പാടില്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിലപാട്. കാരണം വളരെ എഫേർട്ട് ഇട്ട് ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് ഈ യുദ്ധം നടത്തി ഒരു പരിധിവരെ ഇസ്രായേൽ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇസ്രായേലിന്റെ ഡോമിനൻസിനെ തകർക്കുന്ന രീതിയിൽ, ഇസ്രായേലിന്റെ നാഷണൽ സെക്യൂരിറ്റിക്ക് ഒരു ഭീഷണി വരുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുകയാണ്. പ്രത്യേകിച്ച് സിറിയയിൽ
ഇതൊക്കെ തന്നെയാണ് ഇസ്രായേലിനെ അലട്ടുന്ന വിഷയങ്ങൾ. ഇസ്രായേൽ പബ്ലിഷ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഗാസയെക്കുറിച്ചാണ്. ഗാസയ്ക്കുള്ളിൽ വീണ്ടും ആയുധങ്ങൾ തകൃതിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൊബിലൈസേഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നത്. അതായത് പല റോക്കറ്റുകൾ അവർ വീണ്ടും ആയുധങ്ങൾ നിർമ്മിച്ച് ഗാസയ്ക്കുള്ളിൽ പല പല സ്ഥലങ്ങളിലായിട്ട് വിതരണം ചെയ്യുകയാണ്. അപ്പോൾ ഏത് നേരത്തും ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് ഗസയിൽ നിന്നും ഹമാസ് റോക്കറ്റ് ആക്രമണങ്ങൾ നടത്താനുള്ള സാധ്യത വീണ്ടും ഉയർന്നു വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഗാസ പീസ് അക്കോർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പല പ്രഖ്യാപനങ്ങളും നടത്തിയിട്ട് കൈയും കെട്ടി അവിടെ ഇരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നീക്കങ്ങളും നടത്തിയിട്ടില്ല. അവിടെ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഇല്ല. ഹമാസിന്റെ ആയുധം താഴെ വെക്കണം എന്ന് പറഞ്ഞ കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള നിർദ്ദേശങ്ങളുമില്ല. ജസ്റ്റ് ഗാസ പീസ് അക്കോർഡ്, എല്ലാവരും വരിക, $1 ബില്യൺ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവന മാത്രം പുറപ്പെടുവിച്ചിട്ട് കസേരയിൽ പോയി ഇരിക്കുകയാണ് വൈറ്റ് ഹൗസിൽ. ഇതാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. അപ്പോൾ ഈ പരിപാടി ഇങ്ങനെ മുന്നോട്ട് പോവില്ല എന്നുള്ളതാണ് നെതന്യാഹുവിന്റെ നിലപാട്. അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് നെതന്യാഹു പോയിരിക്കുന്നത്. അതോടൊപ്പം ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഏജന്റുകളെ തുർക്കി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു നെഗോസിയേഷൻ, അതിനു വേണ്ടിയിട്ട് തന്നെയാണ് പ്രധാനമായിട്ട് പോയിരിക്കുന്നത്. പക്ഷേ അതോടൊപ്പം ഗാസയ്ക്കുള്ളിൽ വീണ്ടും ശക്തമായ രീതിയിൽ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ അമേരിക്കയുടെ പെർമിഷൻ അതും കൂടി വാങ്ങിക്കുന്നുണ്ട്. അത് ധരിപ്പിക്കുകയാണ് ജസ്റ്റ് ഗാസയ്ക്കുള്ളിൽ ഇങ്ങനെയാണ് സിറ്റുവേഷൻസ്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ വീണ്ടും ശക്തമായ രീതിയിൽ ആക്രമണം നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഒന്നുകൂടെ ധരിപ്പിക്കും. ഇനി ഗാസയിൽ വീണ്ടും കുയ്യോ മുയ്യോ ബഹളങ്ങളും ഇതേപോലെ ഭക്ഷണമില്ല, ഇനി കുട്ടികൾ മരിക്കുന്നു, ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ഇനി കൂടുതലായിട്ട് പുറത്തു വരും. ജർമ്മനിയും സൗത്ത് കൊറിയയും തമ്മിൽ സെമി കണ്ടക്ടർ മേഖലയിൽ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ജർമ്മനി അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സൗത്ത് കൊറിയയുമായിട്ട് ഈ സെമി കണ്ടക്ടർ മേഖലയിൽ എഗ്രിമെന്റ് റെഡിയാക്കിയിരിക്കുന്നത്. ക്യൂബ വല്ലാതെ പ്രതിസന്ധിയിലാണ്. കാരണം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ശക്തമായ രീതിയിലുള്ള ഉപരോധം, പ്രത്യേകിച്ച് എനർജി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വെനിസുല അങ്ങോട്ട് ഒരു തുള്ളി എണ്ണ പോലും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ക്യൂബയെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. അമേരിക്കൻ സെക്യൂരിറ്റി ഫോഴ്സ് വെനിസുലയുടെ പക്കലുള്ളത് കൊണ്ട് തന്നെ റഷ്യയ്ക്കോ ചൈനയ്ക്കോ ആ അതിർത്തി കടന്ന് എണ്ണ സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ക്യൂബയ്ക്ക്. ആ സാഹചര്യത്തിൽ വൈകാതെ തന്നെ ക്യൂബ അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട്, പ്രത്യേകിച്ച് എക്കണോമിക് ട്രേഡ് മേഖലകളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള ചർച്ചകൾക്കും ഞങ്ങൾ തയ്യാറാണ്. ഇൻക്ലൂഡിംഗ് ബോർഡർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണെങ്കിലും ഞങ്ങൾ വളരെ ക്വിക്കായിട്ട് തന്നെ പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതുപോലെ തന്നെ ബ്രിക്സുമായിട്ട് നമ്മൾ ചേർന്ന് പ്രവർത്തിക്കണം, പുതിയ കറൻസി ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുള്ള പ്രപ്പോസലൊക്കെ ചൈന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് ബ്രിക്സ് മീറ്റ് ഇന്ത്യ നടത്തും, പക്ഷേ അത്ര ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ നിലപാട് എന്താണോ അതേ നിലപാട് തന്നെയായിരിക്കും. വീണ്ടും മൾട്ടിലേറ്ററൽ ഫോറിൻ പോളിസിയുമായിട്ടാണ് ഇന്ത്യയുടെ സഞ്ചാരം. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ത്യക്ക് റഷ്യയും വേണം, ഇന്ത്യക്ക് അമേരിക്കയും വേണം, ഇന്ത്യക്ക് ഏഷ്യൻ രാജ്യങ്ങളും വേണം, അതുപോലെ തന്നെ ഇന്ത്യക്ക് യൂറോപ്പും വേണം. അപ്പം ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ ഈ സാഹചര്യത്തിൽ രണ്ട് വിഷയങ്ങൾ ഇവിടെ മനസ്സിലാക്കണം. ചൈന ഡീഡോളറൈസേഷൻ എന്നുള്ള പദ്ധതിയോടൊപ്പം ഇന്ത്യയെ ശക്തമായിട്ട് പിന്തുണയ്ക്കുന്നുണ്ട്. റഷ്യയും ഇതേ ഡീഡോളറേഷൻ പദ്ധതിയെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇന്ത്യ ഡീഡോളറൈസേഷനെ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ അതിന് ഇന്ത്യക്കൊരു ക്ലോസ് ഉണ്ട്. ഇന്ത്യയുടെ ക്ലോസ് എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യ മൾട്ടി കറൻസി ട്രാൻസാക്ഷനെയാണ് പിന്തുണയ്ക്കുന്നത്. അല്ലാതെ ഡോളറിനെതിരെ ഒരു ബദൽ കറൻസി കൊണ്ടുവരണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ചൈനയ്ക്കാണ് ഗുണം ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ബ്രിക്സിൽ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ്. മൾട്ടി കറൻസി ട്രാൻസാക്ഷൻ, അതാണ് ഇന്ത്യയുടെ നിലപാട്. ഈ മൾട്ടി കറൻസി ട്രാൻസാക്ഷനും ഒരു വിധത്തിൽ ഡീഡോളറൈസേഷൻ തന്നെയാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഡോളറിനെതിരെ ഒരു കറൻസി എന്നുള്ള നിലയിൽ അത്ര വലിയ ഭീകര സംഭവമായിട്ട് ചിത്രീകരിക്കപ്പെടില്ല. പക്ഷെ അതേ സമയത്തിൽ ഈ മൾട്ടി കറൻസി എന്ന് പറയുമ്പോഴത്തേക്കും 15-20 കറൻസികളുമായിട്ട് ട്രേഡ് ചെയ്യുന്നതും ഈ ഡോളറിനെതിരെ ഒറ്റ കറൻസി ഇട്ട് ട്രേഡ് ചെയ്യുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാത് രാജ്യങ്ങൾ, അതായത് ഈ ട്രേഡിൽ ബന്ധപ്പെടുന്ന രാജ്യങ്ങൾ അവരുടെ ഓൺ കറൻസി വെച്ചിട്ടായിരിക്കും ഇന്ത്യയുമായിട്ട് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഒഫൻസീവ് ആയിട്ടോ അല്ലെങ്കിൽ ഡോളറിനെതിരെ ഒരു പുതിയൊരു കറൻസി കൊണ്ടുവന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂ നോർമൽ ആയിട്ടോ ഇത് ചർച്ചയാവില്ല. കാരണം ഇപ്പോൾ UAE ഇന്ത്യയുമായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ദർഹത്തിൽ ചെയ്യും, ഇന്ത്യ ട്രേഡ് ചെയ്യുമ്പോൾ റുപ്പിയിൽ ചെയ്യും. ഇത് അതാത് രാജ്യങ്ങളുടെ കറൻസികളാണ്. പക്ഷെ അതേസമയം നമ്മൾ ബ്രിക്സ് കറൻസി എന്ന് പറഞ്ഞിട്ട് ഒരു കറൻസി കൊണ്ടുവന്ന് ആ കറൻസിയിൽ ട്രേഡ് നടത്തുമ്പോൾ അത് ഡോളറിനെതിരെയുള്ള നിലപാടായിട്ടും ഡീഡോളറൈസേഷനെ പിന്തുണയ്ക്കുന്നതായിട്ടും വളരെ ഓപ്പൺ ആയിട്ട് തന്നെ അത് ഗ്ലോബലി ചർച്ച ചെയ്യപ്പെടും. അതാണ് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം. ഇന്ത്യയും പ്രത്യക്ഷത്തിൽ ഡീഡോളറൈസേഷൻ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ അത് ഡിപ്ലോമാറ്റിക്കലി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.